നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് മഴക്കഥ കേൾക്കാം. അതെ, മഴയെ മുന്നിൽ വെച്ച് കറാമത്ത് എന്ന പേരിൽ പച്ചക്കളവുകൾ പുരോഹിതന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരവധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയൊരു കറാമത്താണ് നൂറെ ഹബീബി നാറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ കൂതറയിൽ നിന്ന് നമ്മൾ കേട്ടത്. അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന മുസ്ലിയാരി AP സമസ്തക്കാരനാണ്. അദ്ദേഹം ഈ നാറ്റക്കോയയുടെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗം കണ്ടു. അത് കണ്ടപ്പോൾ മറ്റ് മുസ്ലിയാക്കന്മാർ മഴയുടെ പേരിൽ പറഞ്ഞു വെച്ച പച്ചക്കളവുകൾ വേറെയും ഓർമ്മ വന്നു. അൻസാരി സുഹരി നാറ്റക്കോയയുടെ ഇനി ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഈ കറാമത്ത് എന്ന പേരിൽ പറയുന്ന പച്ചക്കളവുമായി വന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് സമൂഹത്തെ വഞ്ചിക്കുന്നതിനപ്പുറം മറ്റ് ഇതര മതസ്ഥർ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമായേക്കും എന്നുള്ള പേടിയിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നി. അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ പറഞ്ഞു വെച്ച ചില കറാമത്തുകൾ കൂടി നമ്മൾ ഇതിനോട് ആഡ് ചെയ്തുകൊണ്ട് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആദ്യം അൻസാരി സുഹരിയുടെ സംസാരം കേൾക്കാം. നൂറെ ഹബീബിന്റെ മജ്‌ലിസിന് അല്ലാഹു തന്ന നിഅമത്ത് നോക്കാൻ നിങ്ങൾ ഒന്ന് കാർമേഘം കണ്ടോ? മഴയില്ല, അല്ല വെയിലില്ല. നോക്കി നിങ്ങൾ, ഇന്നലെ വരെ കൊടും വെയിലവിടെ. ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ മുറ്റം നോക്കി നിങ്ങൾ, ഒന്ന് പുറത്തേക്ക് നോക്കി, വെറുതെ പറയില്ല. ഇന്നലെ വരെ ഈ മുറ്റം ചൂട് കൊണ്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ മജ്‌ലിസ് നിർത്തി വെച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. ഇപ്പൊ ചൂട് കുറെ നോക്കി നിങ്ങൾ, കാർമേഘം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ പെരും മഴയായിരിക്കും. കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ തങ്ങളെ? എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു, ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. ഇനി പറ നിങ്ങളെ, എനിക്കാണോ നിങ്ങൾക്കാണ് അത്ഭുത സിദ്ധിയുള്ളത്? പറ നിങ്ങളെ, കൊടക്കാടൊക്കെ വെറും കാർമേഘം വന്നിട്ടുള്ളൂ. ദേ ഇവിടെ പെരുമഴ, ഒരു തുള്ളിക്ക് ഒരു കുടം എന്നുള്ള നിലക്ക് ദേ പെരുമഴ. നീ പറ, അത്ഭുത സിദ്ധി ആർക്കാണ്? കറക്ക് സുമേഷേ, കറക്ക്, നന്നായിട്ട് കറക്ക് സുമേഷേ.